As we gather here, we are reminded of the immense responsibility and vision that guides our organization. And it is under the leadership of Honorable Chairman TMT Joseph Sir that we continue to strive for excellence and innovation. Tom Sir has been a beacon of inspiration and guidance, steering our organization through challenges and successes alike. His unwavering commitment to our core values, his strategic foresight, and his dedication to progress have been instrumental in shaping our journey towards greater heights of achievement. Tom's College was initially affiliated to MG University, Kottayam in 2014-15. After the formation of APJ Abdul Kalam Technological University by the Government of Kerala, it is affiliated to KTU. Now, let us turn our attention to the visionary leader who has steered the course of Tom's College, our esteemed chairman, Tom T. Joseph, Sir, for the presidential address. Please join me in welcoming our chairman, Tom T. Joseph, Sir, for the presidential address. ബഹുമാനപ്പെട്ട കോളേജ് ഡയറക്ടർ ഡോക്ടർ AJ Paul സർ, പ്രിൻസിപ്പൽസ് ജോബി ജോസഫ്, ഡോക്ടർ സുജ ദേവി, അക്കാഡമിക് ഡീൻ മോളിക്കുട്ടി മാനുവൽ, വൈസ് പ്രിൻസിപ്പൽ ഷിജിന, നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ രാജു ചെങ്കളം സർ, പിന്നെ വിശിഷ്ട അതിഥികൾ നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മോളമ്മ തോമസ്, മഞ്ജു, ശ്രീദേവി, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, ഇന്ന് ഗൗണും തൊപ്പിയുമായി നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടേതാണ്. നിങ്ങളെ വളരെ ചെറുപ്പത്തിൽ കൈ പിടിച്ച് ഒരു സ്കൂളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ LKG UKG കൊണ്ടുപോയി ആക്കിയിട്ടുള്ള മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. അവരന്ന് കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിലേക്ക് അല്ലെങ്കിൽ LKG UKG അന്നത്തെ കാലത്ത് നഴ്സറിയിലേക്ക് പോയപ്പോൾ അവരുടെ മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ ഇങ്ങനെ ആവും, അങ്ങനെ ആവണം. അത് കഴിഞ്ഞ് കാലം കുറേ പോയി. അവരുടെ ഇന്നത്തെ സാഹചര്യം അന്നുള്ള സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഇണങ്ങുന്നതാണോ? ഞാൻ പലപ്പോഴും ഇവിടെ കോളേജായിട്ടിരിക്കുമ്പോൾ ഓർക്കാറുണ്ട്. അഡ്മിഷൻ സമയത്ത് നടകേറി വരുന്ന മാതാപിതാക്കളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് അധ്യാപകരോട്. അവരിവിടെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നത് അവരുടെ ഭാവി കരിപ്പിടിപ്പിക്കുന്നതിനായി ഒരു കേക്ക് ഉണ്ടായി കഴിയുമ്പോൾ കേക്കിന് മുകളിലുള്ള ആ ഷുഗർ ഐസിങ് വെക്കുന്നതിന് സമാനമായി അവരുടെ ജീവിതം ഒരു പൂർണ്ണതയിൽ എത്തിക്കുന്നതിനായിട്ടാണ്. അപ്പം നമ്മൾ കോളേജ് മാനേജ്മെൻ്റ് എന്ന നിലയിൽ, കോളേജിൻ്റെ അധ്യാപകർ എന്ന നിലയിൽ അവരെ ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ട് നടത്തേണ്ടത്, അവരെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം അത് വളരെ വലുതാണെന്ന് പറയാറുണ്ട്. സമൂഹത്തിന് ഉതകുന്ന, സമൂഹത്തിന് ഇണങ്ങുന്ന കർമ്മകുശലരായ വ്യക്തിത്വങ്ങളായി മാറ്റേണ്ടതുണ്ട് ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും. നിങ്ങളുടെ പ്രിൻസിപ്പൽ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പല കോളേജിലും ഡ്രോപ്പ് ഔട്ട് വളരെ വളരെ കൂടുതലാണ്. ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നം അതാണ്. കുട്ടികൾ ഓരോ കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് ഓരോ സ്ഥലത്തെത്തും. എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് താൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തു പറ്റും? അയാൾ രണ്ട് മനസ്സിലാവും, തുടരണോ വേണ്ടയോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഘർഷത്തിലാണ് പലപ്പോഴും കുട്ടികൾ കോഴ്സ് ഉപേക്ഷിച്ച് പോകാൻ ഇടവരുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും
നല്ല കാര്യമെന്ന് വിചാരിക്കേണ്ടത് നമ്മുടെ ഇവിടെ മറ്റുള്ള കോളേജുമായിട്ട് താരതമ്യം, ഇവിടെ ഡ്രോപ്പ് ഔട്ട് ഇല്ലെന്നല്ല, മറ്റുള്ള കോളേജുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ എത്തിയ കുട്ടികൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം സാധിക്കുന്നതിന് ഈ സ്ഥാപനം മതിയായ ഒരു സ്ഥാപനമാണെന്നുള്ള അവരുടെ ഒരു കാര്യത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. എനിക്ക് നിങ്ങളോട് മുന്നോട്ടുള്ള ജീവിതത്തിൽ പറഞ്ഞു തരുവാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊന്നുമല്ല, മറിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത മേഖലയിൽ എല്ലാവരും ഏറ്റവും കഴിവുറ്റവരായി മാറിക്കൊള്ളുക. നമ്മൾ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു, എഞ്ചിനീയറിംഗ് ഒരു പ്രത്യേക ശാഖ തിരഞ്ഞെടുത്തു, അതിൽ നമ്മുടെ കഴിവുകൾ പരമാവധി തേച്ച് മിനുക്കിയെടുത്ത് ഏറ്റവും മിടുമിടുക്കരായി മാറുക. നമ്മളോടൊപ്പം നമ്മുടെ വേദിയിലിരിക്കുന്ന ഇന്ന് മന്ത്രിയുടെ PS ആയിരിക്കുന്ന മോളമ്മ തോമസിനെ കുറിച്ച് പറഞ്ഞ മോളമ്മ തോമസ് ഈ ഭാഗത്തൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ രാത്രി 12 മണിക്ക് ഇവിടെ അടുത്തുള്ള പൂവത്തുളപ്പ് ജംഗ്ഷനിലും മറ്റും ടാറിങ്ങിനായിട്ട് മിറ്റിൽ കൊണ്ട് ഇറക്കുമ്പോൾ അതിൻ്റെ അളവ് വെക്കുവാൻ രാത്രി 12 മണിക്ക് 1 മണിക്ക് ഒരു സ്ത്രീ ആയിട്ട് കൂടി അവിടെ എത്തിയിരുന്നു. അവിടെ അതിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. പിന്നീട് അതാണ് അതിൻ്റെ ആ ഒരു തേച്ചു മിനുക്കി എടുക്കുക എന്ന് പറയുന്നത്. തങ്ങൾ പഠിച്ച പാഠം തേച്ചു മിനുക്കി എടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റി? സമൂഹം ഒന്നടങ്കം നോക്കി ശ്രദ്ധിക്കുന്നവരായി അവർ മാറി. അങ്ങനെ വന്നപ്പോൾ കേരളത്തിൻ്റെ മിനിസ്ട്രിയിൽ മന്ത്രി റിയാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ കൃത്യമായി കൃത്യനിഷ്ഠയോടെയും കേരളത്തിലെ റോഡുകളും പാലങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഉറപ്പുവരുത്തുവാനായിട്ടുള്ള ആ ഏറ്റവും തലപ്പത്തിലേക്ക് അവരെ പ്രതിഷ്ഠിച്ചു. ഇത് നിങ്ങൾ ആരും മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പം 2 വിശിഷ്ടാതികളോട് കൂടി ഉണ്ട്. ശ്രീദേവി മഞ്ജു KR. ഇന്ന് നിങ്ങൾ ഇവിടെ അടുത്തുള്ള ഏത് പഞ്ചായത്തുകളിൽ നോക്കിയാലും ആ പഞ്ചായത്തുകളിലൊക്കെ AEമാരായിട്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പഠിച്ചവരെ പയർക്കുന്നത്തെ AE നമ്മുടെ ഇവിടെ പഠിച്ച ആളാണ്. ഇവരെ മുട്ടം അല്ലെങ്കിൽ അത് വണ്ണപ്പുറം അവിടെ ആ പ്രദേശത്തൊക്കെ ഉള്ള പല പഞ്ചായത്തുകളിലും നമ്മുടെ കുട്ടികളാണ് ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ സീനിയേഴ്സാണ് അവർ എന്താണ് ചെയ്തത്? അവർ പഠിച്ച പാഠഭാഗങ്ങൾ തേച്ചു മിനുക്കി എടുത്തുകൊണ്ടിരുന്നു. പഠനശേഷം പുസ്തകം എടുത്ത് എറിയായിരുന്നില്ല, ആക്രിക്കടക്കാരന് വിൽക്കുകയായിരുന്നില്ല. അവർ അത് വീണ്ടും വീണ്ടും വായിച്ച് പഠിച്ച് പരീക്ഷകൾ എഴുതി അത് പിന്നെ പഠിച്ച പാഠഭാഗങ്ങൾ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി. അങ്ങനെ അവർ സമൂഹത്തിൽ വലിയ നിലയിൽ വിരാജിക്കുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പം നമ്മുടെ ഇവിടെ മുൻപ് പഠിച്ചിരുന്ന ജെയിംസ് വിൽസൺ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാത്രമായിട്ടുള്ള ഒരാളെ ചീഫ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്ത് നിയോഗിച്ചു. അത് കേരളത്തിലെ ഡാമുകളിലുള്ള വെള്ളം എത്രമാത്രം വേണമെന്നും എത്രമാത്രം തുറന്നു വിടണമെന്നും നിങ്ങൾക്കറിയാം. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് ശ്രീ MM മണി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം എത്രമാത്രം കുറ്റാരോപണം കേട്ടുവെന്നറിയാം. പക്ഷെ ശരിക്കും ഒരു മിനിസ്റ്റർ അല്ല ഡിസിഷൻ എടുക്കുന്നത്, മിനിസ്റ്റർ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ തെറ്റിപ്പോകുമ്പോൾ മിനിസ്റ്റേഴ്സ് അതിൻ്റെ കുറ്റാരോപണങ്ങൾക്ക് ഇടയാവുന്നു. അപ്പം ആ ഒരു ആരോപണം ഇനി മേലാൽ ഉണ്ടാവാതിരിക്കാൻ കഴിവ് തെളിയിച്ച കഴിവുള്ളവരെ, തങ്ങളുടെ കഴിവുകൾ തേച്ചു മിനുക്കി എടുത്തവരെ അവർ കൃത്യനിഷ്ഠയോടെ പെരുമാറുന്നവരൊക്കെ നിയോഗിക്കുന്നു ഓരോ സ്ഥലങ്ങളിലെയും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊക്കെ പഠിച്ചു പാസ്സായി കഴിഞ്ഞാൽ മറ്റ് മേഖലകൾ തേടിപ്പോകുന്നതല്ല വേണ്ടത്. നമ്മൾ തിരഞ്ഞെടുത്ത മേഖലയിൽ നമ്മുടെ കഴിവ് തെളിയിച്ച് നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ച് അവിടെ മിടുമിടുക്കരായി മാറി സമൂഹത്തിനും രാജ്യത്തിനൊന്നാകുകയും പ്രയോജനമുള്ളവരായി തീരുക. അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല എഞ്ചിനീയേഴ്സായി മാറേണ്ട ഒരു നാളുകളാണ് നമ്മളുടെ മുൻപിൽ കാത്തിരിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. നിങ്ങളെ അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അത് മറക്കാതിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വലിയ ജീവിത വിജയം ഉണ്ടാവട്ടെ എന്നും നിങ്ങളുടെ തിരഞ്ഞെടുത്ത മേഖലയിൽ നിങ്ങൾ അതിനിപുണരായി തീരട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ കോൺവക്കേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. Thank you, sir, for your valuable words. Now, let's invite our dignitaries for lighting the lamp.